പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ മുൻ വിസിയുടെ സസ്പെൻഷൻ റദ്ദാക്കണമെന്ന ഹർജിയിൽ എതിർപ്പുമായി സിദ്ധാർത്ഥന്റെ പിതാവ്. കക്ഷി ചേരാൻ ടി ജയപ്രകാശ് ഹൈക്കോടതിയിൽ അപേക്ഷ നൽകി. വിസിയുടെ ചുമതല നിറവേറ്റുന്നതിൽ ശശീന്ദ്രനാഥ് പരാജയപ്പെട്ടുവെന്നും ജയപ്രകാശ് പറയുന്നു. ശ്യാം ദേവരാജ് നൽകും വിശദാംശങ്ങൾ. ശ്യാം, എന്താണ് ജയപ്രകാശ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത്? എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നത്? ശ്രുതി, സിദ്ധാർത്ഥന്റെ മരണത്തിന് തൊട്ടു പിന്നാലെയാണ് പൂക്കോട് കേരള വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഡോക്ടർ എം.ആർ. ശശീന്ദ്രനാഥിനെ ചാൻസലർ കൂടിയായ ഗവർണർ സസ്പെൻഡ് ചെയ്തത്. ഈ സസ്പെൻഷൻ നടപടി ചോദ്യം ചെയ്താണ് എം.ആർ. ശശീന്ദ്രനാഥിന്റെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ഹൈക്കോടതി സമീപിച്ചിരുന്നു. ആ ഹർജി ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ആ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരികയും ചെയ്യും. ഈ ഹർജിയിലാണ് എതിർപ്പുമായി സിദ്ധാർത്ഥന്റെ അച്ഛൻ ടി ജയപ്രകാശ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയിൽ അപേക്ഷ നൽകിയത് വിസിയുടെ സസ്പെൻഷൻ റദ്ദാക്കണമെന്ന ഹർജിയിലാണ് എതിർപ്പ് ഉയർത്തുകയും ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച കക്ഷി ചേരാനുള്ള അപേക്ഷയാണ് ടി ജയപ്രകാശ് നൽകിയത്. ഈ ഹർജിയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആക്ഷേപങ്ങൾ ടി ജയപ്രകാശ് സൂചിപ്പിക്കുന്നത് വിസിയുടെ വൈസ് ചാൻസലർ സ്ഥാനത്ത് ഉള്ള ആ ചുമതല നിറവേറ്റുന്നതിൽ ശശീന്ദ്രനാഥ് പരാജയപ്പെട്ടു എന്ന കാര്യമാണ്. മാത്രമല്ല, വൈസ് ചാൻസലർ സ്ഥാനത്തിരിക്കെ അല്ലെങ്കിൽ ചുമതലയിലിരിക്കെ സിദ്ധാർത്ഥിനെതിരെ ഉൾപ്പെടെയുള്ള റാഗിംഗ് സംഭവങ്ങളിൽ കൃത്യമായ നടപടി സ്വീകരിക്കാൻ കെ ശശീന്ദ്രനാഥിന് കഴിഞ്ഞില്ല എന്നും, അല്ലെങ്കിൽ അതിന്മേൽ നടപടിയെടുക്കാൻ പരാജയപ്പെട്ടു എന്ന കാര്യവുമാണ് ടി ജയപ്രകാശ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ നടപടി നിലനിർത്തണം, അത് റദ്ദാക്കരുത് എന്നാണ് ടി ജയപ്രകാശ് ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുന്നത്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ മുൻ വിസിയുടെ സസ്പെൻഷൻ റദ്ദാക്കണമെന്ന ഹർജിയിൽ എതിർപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സിദ്ധാർത്ഥന്റെ പിതാവ്. കക്ഷി ചേരാൻ ടി ജയപ്രകാശ് ഹൈക്കോടതിയിൽ അപേക്ഷ നൽകി. വിശദാംശങ്ങളാണ് ശ്യാം ദേവരാജ് നൽകിയത്.